ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 30 ഡേയ്സ് മാത്സ് റിവിഷൻ സീരീസിൻ്റെ 7ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ 6 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റാക്കി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഓക്കെ, the cost of tomatoes per kilo is increased by 300%. A housewife reduces her consumption of tomatoes by 70%. By what percentage does her expenditure on tomatoes increases or decreases? ഓക്കെ, ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും മിക്കവാറും ഷിഫ്റ്റിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മസ്റ്റായിട്ട് പഠിച്ചോണം. ഓക്കെ, ഇവിടെ പറയുന്നത് തക്കാളിയുടെ വില 300% കൂടി. 300 രൂപയല്ല, 300% കൂടി. അപ്പോൾ എ ഹൗസ് വൈഫ് റെഡ്യൂസസ് ഹർ കൺസപ്ഷൻ ഓഫ് ടൊമാറ്റോസ് ബൈ 70%. അപ്പോൾ നമ്മളായാലും ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ നമ്മളതിൻ്റെ ഉപയോഗം കുറയ്ക്കും, അല്ലേ? അങ്ങനെയല്ലേ? വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ വാങ്ങിക്കും, വില കൂടുമ്പോൾ നമ്മളുടെ ഉപയോഗം കുറയ്ക്കും. അപ്പോൾ ഇവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. തക്കാളിയുടെ വില 300% കൂടിയപ്പോൾ അവരവരുടെ ഉപയോഗം 70% കുറച്ചു. എങ്കിൽ അവരുടെ ചിലവിൽ എന്ത് മാറ്റം ഉണ്ടായെന്നാണ് ചോദിച്ചത്. ചിലവ് കൂടിയോ കുറഞ്ഞോ? നേരത്തെ തക്കാളി മേടിച്ചിരിക്കുന്നതിനെക്കാട്ടി ഇപ്പം മേടിക്കുമ്പോൾ ചിലവ് കൂടിയോ കുറഞ്ഞോ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നോക്കാം, നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ, അല്ലേ? ഇപ്പോൾ ഒരു അരിയുടെ കാര്യം എടുക്കുക. ഇപ്പോൾ സപ്പോസ് 1 കിലോ അരിക്ക് 30 രൂപയാണെന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മൾ 5 കിലോ വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപ ചിലവാകും? 150 രൂപ ചിലവാകും, അല്ലേ? 30 × 5 150. അപ്പോൾ ഈ 30 എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈസ്, 5 രൂപ എന്ന് പറയുന്നത് കൺസപ്ഷൻ. അപ്പോൾ നമുക്ക് ചിലവായത് എക്സ്പെൻഡിച്ചറാണ് ഇവിടുത്തെ 150. അത് ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് പ്രൈസിനുണ്ടായ മാറ്റമാണ്. പ്രൈസിന് എന്ത് മാറ്റം ഉണ്ടായെന്നാണ് പറഞ്ഞത്? 300% ഇൻക്രീസായി. 300% എന്ന് പറയുമ്പോൾ 300% എത്ര? 1 രൂപയുടെ സാധനം 3 രൂപ കൂടി ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 4 രൂപയ്ക്ക്, അല്ലേ? 300% അങ്ങനെയല്ലേ എടുക്കുന്നത്? 1 രൂപയുടെ സാധനം ഇപ്പം 100 രൂപയായിരുന്നെങ്കിൽ അതിന് 300% കൂടി എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം 300 കൂടി 400 ആയി. അപ്പോൾ 1 രൂപയുടെ സാധനം 3 കൂടി 4 രൂപയായി, അല്ലേ? അപ്പോൾ 1 രൂപയുടെ സാധനം 4 രൂപയായി. അതാണ് പ്രൈസിനുണ്ടായ ചേഞ്ച്. ഇനി കൺസപ്ഷൻ ഉണ്ടായ ചേഞ്ച് എന്തുവാ? 70% റെഡ്യൂസായി. 70% എന്ന് പറഞ്ഞാൽ 7/10. അപ്പോൾ 10 രൂപ ആയിരുന്നത്, 10 രൂപയല്ല, കൺസപ്ഷനാണ്, ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 10 ആയിരുന്നത് 7 കുറഞ്ഞിട്ട് 3 ആയി. അപ്പോൾ പ്രൈസിനുണ്ടായ മാറ്റവും കിട്ടി, കൺസപ്ഷനുണ്ടായ മാറ്റവും ഉണ്ട്. എങ്കിൽ എക്സ്പെൻഡിച്ചറിനുണ്ടായ മാറ്റം കണ്ടുപിടിക്കാം. 4 × 3 12/10. അപ്പോൾ 10 ആയിരുന്നത് ഇപ്പോൾ 12 ആയി. എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമാണ്? 2/10. 20%. 2/10 × 100 20%. 20% കൂടിയോ കുറഞ്ഞോ? 20% ഉണ്ട് ഓപ്ഷനിൽ. 10 ആയിരുന്നത് 12 ആയി എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് പണ്ട് മേടിച്ചുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 12 രൂപയാവുമെന്ന്. അപ്പം കൂടി, ഇൻക്രീസായി. 20% എക്സ്പെൻഡിച്ചർ ഇൻക്രീസായി. ഈസി ക്വസ്റ്റ്യനാണ്. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. പ്രൈസിനെ ആ റേഷ്യോയിൽ എഴുതുക, കൺസപ്ഷനെ റേഷ്യോയിൽ എഴുതുക, എക്സ്പെൻഡിച്ചർ കിട്ടിക്കോളും. ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പ്രൈസ് തന്നിട്ട്, എക്സ്പെൻഡിച്ചർ തന്നിട്ട് കൺസപ്ഷൻ എന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിക്കാം. അതുപോലെ കൺസപ്ഷനും എക്സ്പെൻഡിച്ചറും അങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ തരും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇക്വേഷനും വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഓക്കെ, ബോട്ട് ആൻഡ് സ്ട്രീംസിലെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു ബോട്ട് ആൻഡ് സ്ട്രീംസിലെ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഷിഫ്റ്റിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. എ മോട്ടോർ ബോട്ട് ഹൂസ് സ്പീഡ് ഈസ് 15 km/h ഇൻ സ്റ്റിൽ വാട്ടർ ഗോസ് 50 km ഡൗൺ സ്ട്രീംസ് ആൻഡ് കം ബാക്ക് ഇൻ ടോട്ടൽ 7 hours and 30 minutes. ഓക്കെ, സ്പീഡ് ഓഫ് ദി സ്ട്രീമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചോദ്യം എന്തോ പറയുന്നത്? അപ്പോൾ ഒരു റിവർ, ഓക്കെ, 50 കിലോമീറ്റർ. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, ഇത് എൻഡിങ് പോയിൻറ്റ്. അപ്പോൾ പറയുന്നത് ഒരു മോട്ടോർ ബോട്ട് ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ പോയി ഡൗൺ സ്ട്രീം 50 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോയിട്ട് തിരിച്ചു വരുന്നു, അതേ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ എത്ര സമയം എടുത്തെന്നാണ് പറയുന്നത്? 7.5 മണിക്കൂർ എടുക്കുന്നു. 50 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാൻ, ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ്. അതുപോലെ തിരിച്ചും വരണ്ടേ? 50 കിലോമീറ്റർ തിരിച്ചും വരണം. അപ്പോൾ എടുക്കുന്ന സ്പീഡാണ് അപ്പ് സ്ട്രീം സ്പീഡ്. അപ്പോൾ 50 കിലോമീറ്റർ ഡിവൈഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ്, അതുപോലെ 50 കിലോമീറ്റർ ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് പോകുന്നതാണ് ടൈം, അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അപ്പോൾ ഇവിടെ 2 പോയിട്ട് വരികയും ചെയ്യുന്നുണ്ട്, അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. ആ ഒരു ഇക്വേഷനാണിത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകുന്നതാണ് 7.5 മണിക്കൂർ. ഓക്കെ, അപ്പോൾ എന്താ ഈ ഡൗൺ സ്ട്രീം സ്പീഡ്? ഇവിടെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പം ഒരു റിവർ ആണെങ്കിലേ, ഇപ്പോൾ ഇതൊരു ബോട്ട് താഴോട്ട് പോവുക. അപ്പം താഴോട്ട് പോകുമ്പോൾ ബോട്ടിനൊരു സ്പീഡുണ്ട് b. അതുപോലെ ഈ വെള്ളത്തിനും ഇല്ലേ ഒരു സ്പീഡ്?
സി എന്ന് നമ്മൾ വിളിക്കുന്നത്, സ്ട്രീമിൻ്റെ സ്പീഡിനെ സി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഈ ബോട്ടിൻ്റെ സ്പീഡും അതുപോലെ സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ കൂട്ടുന്നതല്ലേ. ആ ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തുഴഞ്ഞു പോകാൻ പറ്റുമെന്ന് പറയത്തില്ലേ. അതുപോലെ തിരിച്ചാണെങ്കിലോ ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് പറ, തിരിച്ചാണ് ഒഴുക്കിനെതിരെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കണം. എന്ന് പറഞ്ഞാൽ എന്തോ നമ്മുടെ സ്പീഡ് അവിടെ കുറവായിരിക്കും. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കണം. കാരണം ബോട്ടിൻ്റെ സ്പീഡ് അങ്ങോട്ടായിരിക്കും, സ്ട്രീം അപ്പോഴും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു നെറ്റ് എഫക്റ്റ് എടുക്കുമ്പം ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഇത് ബേസിക് കൺസെപ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിത് വീണ്ടും സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇപ്പോഴോട്ടെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി ഈ ഇക്വേഷനിലോട്ട് നമുക്ക് വരാം. 50 ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് എന്തുവാ? B+C. ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, 15 കിലോമീറ്റർ ഇൻ സ്റ്റിൽ വാട്ടർ എന്നാണ് പറഞ്ഞത്. സ്റ്റിൽ വാട്ടറിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൻ്റെ സ്പീഡ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 15 പ്ലസ് എക്സ് എന്ന് കൊടുക്കാം. നമുക്ക് ഡൗൺ സ്ട്രീമിൻ്റെ അറിഞ്ഞുകൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 50/15 മൈനസ് എക്സ് = 7.5. സോ ഇത് പല രീതിയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഓപ്ഷനിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളൊരു. നോക്കാം നമുക്ക്. ഇപ്പോൾ എന്തായാലും 15 ഉണ്ട്. 15 നിന്ന് കൂട്ടണം, 15 നിന്ന് കുറയ്ക്കുകയും വേണം. അപ്പോൾ എനിക്ക് ഓപ്ഷനിൽ നോക്കിയപ്പോൾ ആദ്യമേ 5 ഇട്ട് കൊടുക്കാനാണ് തോന്നുന്നത്. കാരണം അതാകുമ്പോൾ 15 നിന്ന് കൂട്ടിയാൽ 15 നിന്ന് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാമല്ലോ, പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ 50/15 നിന്ന് കൂട്ടുമ്പം 20. ഇനി 15 നിന്ന് 5 കുറയ്ക്കുമ്പം 10. അപ്പോൾ എന്ത് വരും? 50/20 50/20 5/2 2.5 2.5 എന്ന് തോന്നുന്നു. അതുപോലെ ഇതാകുമ്പോൾ 5 എന്ന് വരും. അപ്പോൾ 2.5 5 കൂട്ടുമ്പോൾ കറക്റ്റ് എന്തോ വരുന്നുണ്ട്, 7.5 മണിക്കൂർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എക്സിന് വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏത് തന്നെയാണ്? 5 km/h. ഇത് അല്ലാതെയും ക്രോസ് ചെയ്ത് പല രീതിയിൽ സോൾവ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എളുപ്പം ഓപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നതന്നെ. സംശയമൊന്നുമില്ലല്ലോ. ഈ കൺസെപ്റ്റ് പറഞ്ഞതിലും ആർക്കും ഡൗട്ടില്ല, ചെയ്തതിലും ആർക്കും ഡൗട്ടില്ല. ഓക്കെ അല്ലേ? അടുത്ത് ചെയ്യാമല്ലോ. യെസ്. In a rhombus ABCD, O is an interior point such that OA is equal to OC. ഓക്കെ, വാട്ട് ഈസ് 5/9 ഓഫ് ദി. ഓക്കെ. അപ്പോൾ ഒരു റോംബസ് എന്താണ്? റോംബസ് എന്താണെന്ന് അറിയണം അല്ലേ ഈ ചോദ്യം ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു റോംബസ് വരയ്ക്കാം. ഓക്കെ, ഇത് റോംബസ് ആണ്. ഇപ്പോൾ റോംബസ് എന്ന് പറയുമ്പോൾ 4 സൈഡും അതിൻ്റെ തുല്യമായിരിക്കും. 4 സൈഡും തുല്യമായിരിക്കും. ഒരു സ്ക്വയർ പോലെ 4 സൈഡും തുല്യമായിരിക്കും. പക്ഷേ ഒരു സ്ക്വയറിന് ഒരു ചരിവ് വന്നാൽ നമുക്ക് റോംബസ് കിട്ടും. സ്ക്വയർ എന്ന് പറയുമ്പം ആംഗിളുകൾ 90 ആയിരിക്കത്തില്ലേ, 4 ആംഗിളുകൾ 90 ആയിരിക്കത്തില്ല. പക്ഷേ റോംബസിൻ്റെ കേസിൽ ആംഗിൾ 90 ഒന്നും ആയിരിക്കത്തില്ല, അതിൻ്റെ ഒരു ചരിവ് കാണും. 4 സൈഡും പക്ഷേ തുല്യമായിരിക്കും. അതുപോലെ സൈഡുകൾ എപ്പോഴും പാരലും ആയിരിക്കും. അപ്പോൾ ഇതിനെ ഞാൻ ABCD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ പറയാം? AB എന്ന് പറയുന്ന സൈഡ് DCക്ക് പാരലായിരിക്കും. അതുപോലെ AD എന്ന് പറയുന്ന സൈഡ് ആർക്ക് പാരലായിരിക്കും? BCക്ക് പാരലായിരിക്കും. അപ്പോൾ അത് നമുക്ക് പറയാം. അപ്പോൾ സൈഡിൻ്റെ കാര്യമായി. ഇനി നമുക്ക് ആംഗിളിൻ്റെ ആംഗിൾ എങ്ങനെ പറയാം? ഇപ്പോൾ ഇതിനെ ഞാൻ X എന്ന് കൊടുക്കുന്നു, ഇതിനെ ഞാൻ Y എന്ന് കൊടുക്കുന്നു, ഇതിനെ ഞാൻ എന്ത് കൊടുക്കും? P എന്ന് കൊടുക്കും, ഇതിനെ Q എന്ന് കൊടുക്കുന്നു. എങ്കിൽ ആംഗിളിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ എക്സും വൈയും തുല്യമായിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അതുപോലെ ഇവിടെ പിയും ക്യൂവും തുല്യമായിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും. ഇനി അതുപോലെ നമുക്ക് പറയാമല്ലോ, ഈ എക്സും പിയും കൂടെ, അതായത് ഈ ആംഗിളും കൂടെ കൂട്ടുമ്പം 180 വരും. അതുപോലെ ക്യൂവും വൈയും കൂടെ കൂട്ടുമ്പോഴും 180 വരും. മനസ്സിലായോ? ഈ രണ്ട് എയും ബിയും അതുപോലെ സിയും ഡിയും കൂട്ടുമ്പോൾ 180 വരുമെന്ന്. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമുക്ക് ഡയഗണൽസിൻ്റെ പ്രോപ്പർട്ടി പറയാം. അത് ഒന്നുകൂടെ വരയ്ക്കേ. ഡയഗണൽസിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, 2 ഡയഗണൽ, ഇതൊരു ഡയഗണൽ. എപ്പോഴും ഒരു റോംബസിനകത്ത് 2 ഡയഗണൽസ് കൂട്ടിമുട്ടുമ്പം ഈ ഡയഗണൽസിനെ അത് ബൈസെക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് തുല്യമായിട്ട് ഡിവൈഡ് ആവുന്നു. അതുപോലെ ഈ 2 ഡയഗണൽസ് കൂട്ടിമുട്ടുമ്പോൾ അവിടെ 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. 4 സൈഡ് 4 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കിയാലോ. ഇന്ന റോംബസ് ABCD. ഓക്കെ, ഇത് തന്നെ ABCD. O is an interior point such that OA is equal to OC. അപ്പോൾ ഒരു റോംബസിൽ ഒരു പോയിൻ്റ് O ഉണ്ടെങ്കിൽ ഈ OA എന്ന് പറയുന്ന സൈഡും OC എന്ന് പറയുന്ന സൈഡും സെയിം ആവണമെന്നാണ് പറയുന്നത്. അങ്ങനെ സെയിം ആവണമെന്നുണ്ടെങ്കിൽ അത് ആ ആംഗിളുകൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കത്തില്ലേ O എന്ന് പറയുന്നത്? മനസ്സിലായോ? ഒരു റോംബസ് ഉണ്ട്, അതിനകത്തൊരു പോയിൻ്റാണ് O. ഈ O എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഒരു ഡയഗണലിനെ ബൈസെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്തുവാ? അത് 2 ഡയഗണൽസ് കൂട്ടുമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചോദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഈസ് ദ 5/9 ഡിഗ്രി ഓഫ് ദി DOB? അപ്പോൾ D ഇത് ABCD അല്ലേ. DOB എന്ന് പറയുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഈ ഒരു ഡയഗണൽ തന്നെ വരും. അപ്പോൾ ഇത് ഈ ആംഗിൾ എത്ര വരുന്നത് ഇവിടെ മൊത്തത്തിൽ? 90 180.
അപ്പോൾ ഡി ഒ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി 180. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി ചോദ്യത്തിൽ. ഇനി നമുക്ക് വേണ്ടുന്നത് 5/9 ആണ്. ഡി ഒ ബിയുടെ 180ൻ്റെ 5/9, 20 × 5 100. നമ്മുടെ ഓപ്ഷൻ സി 100 ഡിഗ്രിയാണ് വരുന്നത്. സോ ഇതിനകത്ത് അത്യാവശ്യം റോംബസിൻ്റെ കൺസെപ്റ്റ്, റോംബസ് ഡയഗണൽസ് കൂട്ടിമുട്ടുമ്പോൾ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോഷ്യൻറ്റ് വെൻ ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് 7/1/5 ആൻഡ് 245 ഈസ് ഡിവൈഡഡ് ബൈ എ ഇവൻ പ്രൈം നമ്പർ. ഓക്കെ, നമ്മൾ മീൻ പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ഇപ്പോൾ 2 നമ്പർ എയും ബിയും എന്ന് പറഞ്ഞ 2 സംഖ്യ, അതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √AB എടുത്താൽ മതി. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ എയും ബിയും, ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, √A × B അല്ലേ. അപ്പോൾ 7/1/5 എങ്ങനെ എഴുതാം? 35 36/5 എന്ന് എഴുതാം. ഓക്കെ, നമ്മളത് മിക്സഡ് മാറ്റി ഇൻറ്റു 245. അപ്പോൾ 5 245 വെട്ടാമല്ലോ, 4 49. ഓക്കെ, അപ്പോൾ √36 × 49 എന്ന് വരും. അപ്പോൾ എന്താ √36 എത്ര? 36ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 6. 49 ആകുമ്പം 7. അപ്പോൾ 6 × 7 42 നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ. അത് കിട്ടി. അതാണോ ചോദിച്ചേക്കുന്നത്? നമ്മുടെ ഓപ്ഷനിലുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. 42 മീൻ നമുക്ക് കിട്ടി. അപ്പോൾ അതാണെന്ന് കുത്തിപ്പോരുത്, അത് നോക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കോഷ്യൻറ്റ് വെൻ ദ മീൻ പ്രൊപ്പോർഷൻ ഈസ് ഡിവൈഡഡ് ബൈ ആൻ ഇവൻ പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പേഴ്സിൽ ഒരേ ഒരു ഇവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അതേതാ? 2 മാത്രമേ ഉള്ളൂ ഒരു ഈവൻ പ്രൈം നമ്പറായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓടാണ്. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ മീൻ പ്രൊപ്പോർഷനെ ഈവൻ പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റ് ആൻസറാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വരും? 21. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ 42 കൊടുക്കും. അപ്പോൾ അതൊക്കെ നോക്കിക്കോണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. സ്പീഡൊന്നുമല്ലല്ലോ. ഓക്കെ. In right triangle with sides 3, 4, 5 cm is rotated about the side of 3 cm to form a cone. The volume of the cone. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ആംഗിളുകൾ, അതിൻ്റെ സൈഡുകൾ 3, 4, 5. ഇനി ഇവിടെ പറയുന്നത് ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ദ സൈഡ് ഓഫ് 3 എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ദ സൈഡ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അവിടെ ഫിക്സഡ് ആയിരിക്കണം എന്നങ്ങ് ആലോചിച്ചാൽ മതി. 3 അവിടെ ഫിക്സഡ് ആയിരിക്കണം. കാരണം നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്കവിടെ ഒരു കോൺ ഫോം ചെയ്യണം. അപ്പോൾ അവിടെ ഹൈറ്റ് ആക്കി എടുക്കേണ്ടത് ഈ തന്നിരിക്കുന്നത് ഈ റൊട്ടേറ്റഡ് എബൌട്ട് ദ സൈഡ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 3A ആയിരിക്കണം നമ്മളവിടെ ഹൈറ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ 4ൻ്റെ ഈ ഒരു എൻഡ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ നമുക്കിവിടെ തിരിക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്കിവിടെ ഒരു കോൺ കിട്ടത്തില്ലേ? ഈ കോണിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 വേണം ഹൈറ്റായിട്ട് എടുക്കാൻ. കാരണം നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ എടുത്തുകൂടെ? 4, 3, 5 എന്ന് എടുത്തുകൂടെ? അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ചാണ് തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ആയിട്ട് പോവും ഹൈറ്റ്. അപ്പോൾ നമ്മുടെ കിട്ടുന്ന ആൻസറും മാറും. അപ്പോൾ ഇവിടെ ഈ എബൌട്ട് ദ സൈഡ് ഓഫ് 3 എന്ന് ഉദ്ദേശിക്കുന്നത് 3യെ നമ്മളവിടെ ഫിക്സ് ആക്കിക്കൊണ്ട് നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇത് മാത്രമേ ഉള്ളൂ. ഇത് എടുത്താൽ കഴിഞ്ഞാൽ ആൻസറായി. എങ്കിൽ പറ, വോളിയത്തിൻ്റെ ഇക്വേഷൻ പറ. 1/3 πr²h. സോ 1/3 ഇൻറ്റു പൈ അതുപോലെ തന്നെ ഇടാം, കാരണം ഓപ്ഷൻസിലെല്ലാം പൈ ഉണ്ട്. ഇൻറ്റു r², റേഡിയസ് അപ്പോൾ എത്ര വരും? 4² 16 ഇൻറ്റു ഹൈറ്റ് 3 അല്ലേ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം 3 കട്ടായിട്ട് ഉത്തരം 16 പൈ cm². ഓപ്ഷൻ ബി. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് മാത്രം ശ്രദ്ധിച്ചോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The salary of a worker is first increased by 25%, then it is decreased by 12%. The percentage change in his salary. ഓക്കെ, ഈ ഒരു ചോദ്യം നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഞാൻ 3 രീതിയും പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ഇക്വേഷനുണ്ട്, ബേസിക് ഒരു ഇക്വേഷനുണ്ട്. ഇങ്ങനെയുള്ള സക്സസീവിൻ്റെ കേസൊക്കെ ചെയ്യാനായിട്ട് ആദ്യം ഇത്ര കൂടുന്നു, പിന്നെ ഇത്ര കൂടുന്നു, അതുപോലെ ആദ്യം കൂടിയിട്ട് പിന്നെ കുറയുന്നു, ആദ്യം കുറഞ്ഞിട്ട് പിന്നെ കൂടുന്നു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് സക്സസീവിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുമല്ലോ. x + y + xy/100. ഈ ബേസിക് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ പോരെ? എക്സും വൈയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പല രീതിയിൽ ഓരോന്നിനും ഓരോ കേസായിട്ട് പഠിച്ചു വെക്കുന്നവരുണ്ട്. ഇപ്പോൾ കൂടുമ്പോഴും കുറയുമ്പോഴും അങ്ങനെയൊക്കെ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ആ സൈൻ മാത്രം നോക്കി ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു ഇക്വേഷനകത്ത്. നമുക്ക് എങ്ങനെ നോക്കാം? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻക്രീസസ് ബൈ 25%, അപ്പോൾ അതിനെ +25 എന്ന് കൊടുക്കണം. ഇനി ഡിക്രീസസ് ബൈ 12%, അപ്പോൾ ഡിക്രീസസ് അല്ലേ, അപ്പോൾ -12 എന്ന് കൊടുക്കണം. പ്ലസ് ഇനി x × y. എക്സ് എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു y എന്ന് പറയുമ്പോൾ ആരാ? -12 ഡിവൈഡഡ് ബൈ 100. അപ്പം 25 നിന്ന് 12 കുറയ്ക്കുമ്പോൾ 13. പിന്നെ ഇവിടെ എന്തുണ്ട്? 25 ഇൻറ്റു -12, അപ്പം -300 എന്ന് വരും അല്ലേ. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് തന്നെ വരും. -300 ഡിവൈഡഡ് ബൈ 100 ഉണ്ട്.
ഈ 0 എല്ലാം കട്ടാകുമ്പോൾ പോകുമ്പം 13 - 3 10. അപ്പോൾ നമുക്ക് +10 എന്നല്ലേ കിട്ടുന്നത്, നമുക്ക് -ഒന്നും കിട്ടിയില്ലല്ലോ. 13 നമ്മൾ വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറച്ച്, അപ്പം +10 വന്നത്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, 10% ഇൻക്രീസസ്, 10% കൂടുന്നു. ഓക്കെ അല്ലേ? ഈ ഒരു ഇക്വേഷൻ അറിയാവുന്നവർക്ക് അതിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് വേറെ ഒരു രീതിയിൽ എങ്ങനെ ചെയ്യാം. ഓക്കെ, സപ്പോസ് 200 ആ ഒരു വാല്യൂ എന്ന് വിചാരിക്കുക. 100 200 ഒക്കെ എടുക്കാം. അപ്പോൾ 200ൻ്റെ 25% ആദ്യം കൂടുന്നു. അപ്പോൾ എത്ര കൂടും? 25% എന്ന് പറയുമ്പോൾ 50. അപ്പോൾ 250 മാറും. ഇനി ഇതിൻ്റെ 12% കുറയണം. 250 12% എത്ര? 25 5 30 കുറയ്ക്കുമ്പം 220 വരും. അപ്പോൾ 200 ആയിരുന്നത് ഇപ്പോൾ 220 ഇപ്പോൾ എത്ര കൂടി? 20 കൂടിയത്. 200ൻ്റെ 20 എന്ന് പറയുമ്പോൾ 10%. സോ ഇങ്ങനെയും കിട്ടത്തില്ലയോ? നമുക്ക് 200 പകരം ഇവിടെ 200 പകരം നമുക്ക് 100 എടുക്കാം. അപ്പോൾ ഇവിടെ 125 വരും, ഇവിടെ 110 വരും. അപ്പോഴും 100 രൂപ വരുന്ന സാധനം 110 10% ഇൻക്രീസായി. അപ്പോൾ ഇത് മറ്റൊരു വഴി. ഇനി നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? റേഷ്യോ വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം നമ്മളില്ലേ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ചെയ്തില്ലേ, അതേപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ 25% കൂടിയിട്ട് 12% കുറയുന്നു. അപ്പോൾ 25% എന്ന് പറയുമ്പം 4 രൂപയുടെ സാധനം 5 രൂപയാവുന്നു. 25% 1/4 അല്ലേ. അപ്പോൾ 4 രൂപയായിരുന്നത് കൂടി 5 രൂപയായി. ഇനി 12% കുറയണം. 12% എങ്ങനെ എടുക്കും? 12 6 50 3/25. അപ്പോൾ 25 രൂപയുടെ സാധനം 3 രൂപ ഇവിടെ കുറഞ്ഞിട്ട് 22 ആവണം. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഡിക്രീസ് ആയതുകൊണ്ടാണ് നമ്മൾ 3 കുറച്ച് 22 എഴുതിയത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യേ. 5 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 11. അപ്പോൾ 11/10. അപ്പോൾ 10 രൂപയുടെ സാധനം 11 രൂപയെന്ന് പറഞ്ഞാൽ 10% ഇൻക്രീസായി. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷനിലോട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 3 മെത്തേഡും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് പല ക്വസ്റ്റ്യനിലും പല രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ പ്രൈസ് ഇൻറ്റു കൺസപ്ഷനൊക്കെ ചെയ്തത് നമ്മളിങ്ങനല്ലേ. അപ്പോൾ ഓരോ കേസിലും ഓരോ രീതിയിലാണ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, എ റെക്ടാങ്കുലർ courtyard is 4 meter 95 centimeter long and 16 meter 65 centimeter broad. It is to be paved with the square tiles of same size. Find the least number of such square tiles is required to pave. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞിട്ട് മുന്നിലോട്ട് വരാം. ഓക്കെ, നമ്മൾ ഒരു റെക്റ്റാങ്കിൾ പ്ലോട്ട് എടുക്കുകയാണ്. 30 സെൻറ്റിമീറ്റർ ലെന്തും അതുപോലെ 20 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ പ്ലോട്ട് എടുത്ത്, ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് ഇതിനകത്ത് ടൈലിടണം. ഇതിൽ ഇടാവുന്ന ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽസിൻ്റെ എണ്ണം എത്ര? ഓക്കെ, ആദ്യം ഇത് ചെയ്യുന്ന മെത്തേഡ് അങ്ങ് പറയട്ടെ. ഇപ്പോൾ 20 30 അല്ലേ, അതിൻ്റെ HCF എടുത്തിട്ട് ഇതിനെ HCF കൊണ്ട് ഇതിനെ രണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? HCF എത്ര? 20ൻ്റെയും 30ൻ്റെയും വരുന്നത്. 20ൻ്റെയും കൊണ്ടും 30ൻ്റെയും കൊണ്ടും കട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ? 10 അല്ലേ. അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 3 കിട്ടും. നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ LCM കണ്ടുപിടിക്കാൻ നേരം LCM = HCF × AB എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടില്ലായിരുന്നു. മറ്റേ നമ്പർ ഓഫ് പേഴ്സൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇതേ സ്റ്റെപ്പല്ലേ ചെയ്യുന്നത്. ആ നമ്പേഴ്സിൻ്റെ HCF കൊണ്ട് കട്ട് ചെയ്ത് A എന്നും B എന്നും നമ്മൾ കോപ്രൈം നമ്പേഴ്സ് റേഷ്യോ എഴുതിയത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇത് അതേപോലെ ചെയ്യണം. തന്നിരിക്കുന്ന ലെന്തിൻ്റെയും ബ്രെത്തിൻ്റെയും HCF കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടത്തില്ലയോ? നമുക്ക് പക്ഷേ കണ്ടുപിടിക്കേണ്ട അതാണോ? അല്ല, എത്ര ടൈലുണ്ട്, എത്ര ടൈലിടണം, അങ്ങനെയൊക്കെയല്ലേ ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഈ Aയും Bയും അല്ലെങ്കിൽ ആ കിട്ടിയ 2 നമ്പേഴ്സിനെയും ഗുണിച്ചാൽ മതി. 2 × 3 6. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആൻസറായി. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു എന്നുള്ള കാര്യം, എന്തുകൊണ്ട് HCF കൊണ്ട് കട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ആ റേഷ്യോ ഗുണിക്കുന്നു എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നമുക്ക് എക്സാമിന് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ HCF വെച്ച് കട്ട് ചെയ്തിട്ട് കിട്ടിയ റേഷ്യോ ഗുണിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ആൻസർ 6 6 ടൈലുകൾ ഇടാം അല്ലേ. നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ 30 HCF അല്ലേ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, HCF നമുക്ക് 10 കിട്ടിയത്. ഈ HCF അടിക്കും നമ്മൾ ഇടുന്ന ടൈലിൻ്റെ ആ ഒരു A എന്ന് പറയുന്ന ആ ഒരു സൈഡിൻ്റെ ലെന്ത് HCF ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇടുന്ന ടൈലിൻ്റെ ലെന്ത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് 10 അല്ലേ, ഈ ലെന്തിനെ നമ്മൾ 10 10 10 എന്ന് വെച്ച് 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതുപോലെ ബ്രെഡ്ത്തിനെ നമുക്ക് 10 വെച്ച് 2 ഡിവൈഡ് ചെയ്യാം. 10 10. ഓക്കെ, അപ്പോൾ നോക്കിക്കോ എത്ര എണ്ണം ഇടാൻ പറ്റി? 1 2 3 4 5 6. കറക്റ്റ് അല്ലേ? 6 ടൈല് വെച്ച് നമുക്ക് ഈ പ്ലോട്ടിൽ ഇടാൻ പറ്റും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ജസ്റ്റ് HCF എടുത്ത് കട്ട് ചെയ്തതും. ഇനി നോക്കൂ, എന്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു എന്നിട്ട് ആ റേഷ്യോനെ ഗുണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 10 ഒരു സൈഡെന്ന് നമ്മൾ പറഞ്ഞു. 10 വെച്ചാണ് നമ്മളിത് പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 10 × 10 100 ഇവിടെ ഒരു സ്ക്വയർ ടൈലിൻ്റെ അല്ലെങ്കിൽ ഒരു കൊച്ചു പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ എത്ര പ്ലോട്ട് ചേരുന്ന ഈ ഫുൾ പ്ലോട്ട്? 1 2 3 4 5 6. അതുപോലെ
6 പ്ലോട്ട് ചേരുന്നതല്ല ഈ ഫുൾ പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരെണ്ണത്തിൻ്റെ ഏരിയ ഉണ്ടെങ്കിൽ ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ പ്ലോട്ടിൻ്റെ ഏരിയ കിട്ടും. ഏരിയ ഓഫ് ദി പ്ലോട്ട് അതെത്ര ഇവിടെ 600. അത് തന്നെ അല്ലാണ്ട് 30 × 20 നമ്മൾ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സ്ക്വയർ ടൈലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ ഉണ്ടെങ്കിൽ അതിനെ നമ്പർ കൊണ്ട് എത്ര എണ്ണം ഉണ്ടോ, നമ്പർ ഓഫ് ടൈലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്ലോട്ടോ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് മുഴുവൻ പ്ലോട്ടിൻ്റെ ഏരിയ ഓഫ് ദി മുഴുവൻ പ്ലോട്ടിൻ്റെ ഏരിയ കിട്ടും. അത് നമുക്ക് നമുക്കറിയാവുന്ന കാര്യം അത്. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് എന്നാണ്, എന്നിൻ്റെ വാല്യൂ ആണ്. സോ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഏരിയ ഓഫ് ദി പ്ലോട്ടിനെ ഡിവൈഡഡ് ബൈ ആ സ്ക്വയർ ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. സോ ഇത് മനസ്സിലാക്കാൻ പാടുള്ളവർ ഇത്രയും മാത്രം ഇതങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടൈൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ മുഴുവൻ ഏരിയയെ നമ്മൾ ഒരു സ്ക്വയർ ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത്രയും നമുക്ക് മനസ്സിലായി. എങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പം നമ്പർ ഓഫ് ടൈൽ വേണം നമുക്ക്. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പം നമുക്ക് ആ മുഴുവൻ പ്ലോട്ടിൻ്റെ ഏരിയ ആയി. ഡിവൈഡഡ് ബൈ ഇനി ഒരു സ്ക്വയർ ടൈലിൻ്റെ ഏരിയ വേണ്ടേ? അത് ഞാൻ എന്തോ പറഞ്ഞേ, ഒരു സൈഡെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ HCF ആയിരിക്കും. HCF ഇവിടെ 10 ആയിരുന്നു. 10 × 10 മനസ്സിലായി? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തതാണ് 10 × 10. ഇതൊന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ 20 × 30 ഡിവൈഡ് ബൈ 10 × 10 ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 20/10നെ 30/10 കൊണ്ട് നമ്മൾ ഗുണിക്കുമല്ലേ. ഇപ്പോൾ ഈ 10 എന്ന് പറയുന്നത് HCF ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പറിനെ അതിൻ്റെ HCF ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. നമ്മൾ ആ സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് എഴുതുന്നു. സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് എഴുതിയിട്ട് ഇത് തമ്മിൽ ഗുണിക്കുന്നു. കണ്ടോ? ഇത് തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 6 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയത്. ഇവിടെ നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്. 2 × 3 6. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണും. മനസ്സിലായിട്ടില്ലെങ്കിൽ വിട്ടേരെ, ഞാനിത് പെട്ടെന്നൊന്ന് പറയാൻ ശ്രമിച്ചതാണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും മാത്രം അറിയുക. നമുക്ക് ആ തന്നിരിക്കുന്നതിൽ എന്തിനേയും വൃത്തിനെയും HCF ഉപയോഗിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് കിട്ടിയ സിംപ്ലസ്റ്റ് റേഷ്യോനെ ഗുണിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ചോദ്യം ചെയ്താലോ? ഓക്കെ, ഇവിടെ ലെന്തും ബ്രെഡ്ത്തും 4 മീറ്റർ 95 സെൻറ്റിമീറ്റർ എന്നാണ്. നമുക്കതിനെ സെൻറ്റിമീറ്ററിൽ അങ്ങ് എടുക്കാം. 495 സെൻറ്റിമീറ്റർ. അതുപോലെ ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 16 മീറ്റർ 65 സെൻറ്റിമീറ്റർ. 1665 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. സോ ഇനി ഇതിൻ്റെ HCF കൊണ്ട് രണ്ടിനെയും കട്ട് ചെയ്യണം. കിട്ടുന്ന റേഷ്യോനെ ഗുണിക്കണം. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ 495 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11 × 45 ആണ് 495. അപ്പോൾ 11 അടങ്ങിയ ഒരു HCF ആണോ നമുക്ക് വരുന്നത്? HCF എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും കട്ട് ചെയ്യാൻ പറ്റണം. അപ്പം ഇതിൽ 11 ഉണ്ടോ? 16 65 6 1 7 6 5 11 ഇല്ല. അപ്പോൾ 1665 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? നമുക്കിവിടെ കിട്ടുന്ന Aയ്ക്കകത്ത് 11 അതുപോലെ തന്നെ നിൽക്കും. ഈ 45 ചിലപ്പോൾ കട്ടായി പോകുമായിരിക്കും. പക്ഷേ 11 എന്ന് പറഞ്ഞ സംഖ്യ അതുപോലെ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുണിച്ചെടുക്കുമ്പോൾ എത്ര ടൈല് വേണമെന്ന് ഗുണിച്ചെടുക്കുമ്പോൾ അതൊരു 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് ഓപ്ഷനിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം. 11ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടോയെന്ന്. ഇവിടെ 15ഉം 7ഉം അല്ല, 13ഉം 4ഉം അല്ല, 11ഉം 8ഉം അല്ല. അപ്പോൾ ആണ്ടേ 4ഉം 7ഉം 11. ഓപ്ഷൻ ഡി അത് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസറും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കല്ലാതെ പ്ലോട്ടിൻ്റെ ഏരിയ ഒന്നും ആവശ്യമില്ല. HCF വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നോക്കിക്കോണം. അപ്പോൾ ഇവിടെ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ, പെട്ടെന്ന് 11ൻ്റെ മൾട്ടിപ്പിൾ അത് ആലോചിച്ചില്ല എങ്കിൽ അല്ലാതെ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 45 വെച്ച് ഇത് കട്ടായി പോവോ? 45 4 പറ്റില്ല, 3 45 3 115 കൂടെ വരും. അത് 7 37. അപ്പോൾ 45 അങ്ങ് പോയി. 11 × 37 ചെയ്യുമ്പോഴാണ് 407 വരുന്നത്. മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, അത് മതി. ബാക്കിയൊക്കെ ഞാനത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഒന്നുമില്ല പറഞ്ഞത്. ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ചെയ്യുമ്പോഴാണ് ഫുൾ സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ വരുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം പറയാം. യെസ്. The average of 24 students is 15.5 years. The age of the teacher is 24 years more than the average age of all students and the teacher. Find the age of the teacher. ഓക്കെ, ഇതിന് ഒരു കിടിലൻ മെത്തേഡുണ്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ കൺവെൻഷൻ നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന മെത്തേഡിലൊന്ന് പറയാം. ഓക്കെ, പലരും അങ്ങനെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് 24 സ്റ്റുഡൻസിൻ്റെ ഏജ് 15.5 ഇയേഴ്സ് ആണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെ? ആവറേജ് എന്ന് പറയുമ്പോൾ സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. അപ്പോൾ സം അങ്ങ് എടുക്കും അല്ലേ. 24 സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ആവറേജ് 15.5 ആണ്. ഇനി പറയുന്നത് ദ ഏജ് ഓഫ് ദി ടീച്ചർ ഈസ് 24 ഇയേഴ്സ് മോർ ദാൻ ദി ആവറേജ് ഏജ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഓൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്നുള്ളതിൻ്റെ ആവറേജിന് നമുക്കൊരു എക്സായിട്ട് അങ്ങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനേക്കാട്ടിൽ
എക്സിനെക്കാട്ടിൽ 24 വയസ്സ് കൂടുതലായിരിക്കും ടീച്ചറിൻ്റെ. അപ്പോൾ ഇത് ഇത്രയും കൂടെ 24 സ്റ്റുഡൻസിൻ്റെ, ഇത് ഒരു ടീച്ചറിൻ്റെ. അപ്പോൾ മൊത്തം എത്ര പേരുണ്ട്? 24 സ്റ്റുഡൻസ് ഒരു ടീച്ചറും കൂടെ ആകുമ്പോൾ 25 പേര് അല്ലേ. 25 പേരുടെ സം എടുക്കുന്നതാണ് ഈ സ്റ്റുഡൻസിൻ്റെയും ടീച്ചറിൻ്റെയും കൂടെ ആവറേജ്. അതല്ലേ നമ്മൾ എക്സാക്റ്റ് കൊടുത്തത്. സോ ഇത് സോൾവ് ചെയ്തിട്ട് ചെയ്യാം. ഇത് സോൾവ് ചെയ്തിട്ട് ചെയ്താൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ അതിന് ടൈം എടുക്കത്തില്ലേ? ഓക്കെ, 24 പെട്ടെന്ന് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പോകാം. പക്ഷേ ഇതാണ് അതിൻ്റെ ബേസ്, ഇങ്ങനെയാണ് സാധനം, കൺസെപ്റ്റ് ഇതാണ്. പിന്നെ നമുക്കിതിനെ എങ്ങനെയെങ്കിലും ഷോർട്ടാക്കി ചെയ്യാൻ പറ്റുമോ, വേറെ വഴിയുണ്ടോ എന്ന് നോക്കാം. ഇത് മനസ്സിലായല്ലോ. ഇത് 24 സം ഓഫ് 24 സ്റ്റുഡൻസ്, ഇത് ടീച്ചറിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. 24 സ്റ്റുഡൻസും ഒരു ടീച്ചറും കൂടെ വരുമ്പോഴാണ് ടോട്ടൽ നമ്പർ വരുന്നത്. അപ്പോൾ 25 പേരുടെ സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്നതാണ് 25 പേരുടെ ആവറേജ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 25 പേരുടെ ആവറേജിനെക്കാട്ടി 24 കൂടുതലാണ് ടീച്ചറിൻ്റെ വയസ്സ്. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചറിൻ്റെ വയസ്സ് എടുത്തപ്പം x+24 എന്ന് എടുത്തത്. ഓക്കെ, ഇനി നമുക്കിത് വേറെ അലിഗേഷൻ വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അലിഗേഷനിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 24 പേരുണ്ട്, അവരുടെ ഏജ് 15.5 ആണ്. ഇനി ടീച്ചറിന് ഒരാളല്ലേ ഉള്ളൂ. ടീച്ചറിൻ്റെ ഏജ്, ഈ മുഴുവൻ പേരുടെ ഏജ് എക്സ് ആണെങ്കിൽ അതിനേക്കാട്ടിൽ 24 കൂടുതലാണ്. സോ നമ്മുടെ അലിഗേഷന് വേണ്ടുന്ന എല്ലാം ആയി. 24 പേരുണ്ട്, അവരുടെ ഏജ് 15.5. ടീച്ചറിൻ്റെ ഏജ് എന്ന് പറയുന്നത് എന്തുവാ? 24 പേരുടെ ഒരാളുടെയും കൂടെ കൂട്ടുന്നതല്ലേ നടുക്ക് എഴുതുന്നത്. അപ്പോൾ അവരുടെക്കാട്ടിൽ 24 വയസ്സ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അലിഗേഷന് വേണ്ടുന്ന എല്ലാം ആയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ അലിഗേറ്റ് ചെയ്യും? നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്തോ, വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറയ്ക്കണം അല്ലേ. അപ്പോൾ അലിഗേറ്റ് ഇവിടെ x+24 ഉണ്ട്, ഇവിടെ x ഉണ്ട്. അപ്പോൾ ഈ x+24 x കുറച്ചാൽ നമുക്ക് എന്ത് തന്നെ വരും? 24 എന്ന് തന്നെ വരും. സോ അവിടെ തന്നിരിക്കുന്നത് 24 എന്ന് തന്നെയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് x+24 നിന്നാണ് x കുറച്ചത്. അപ്പോൾ ഇനി ഇവിടെ അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഈ എക്സിൽ നിന്ന് വേണം 15.5 കുറയ്ക്കാൻ. അപ്പോഴായിരിക്കും നമുക്ക് ഉത്തരം 1 വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 16.5. ഇത്രേ ചെയ്യാനുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഏജ് ഓഫ് ദി ടീച്ചറാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഏജ് ഓഫ് ദി ടീച്ചർ എന്ന് പറയുമ്പോൾ x+24. അപ്പോൾ ഈ 16.5 27 കൂടെ കൂട്ടുന്ന 40.5 ആയിരിക്കും ടീച്ചർ. 40.5 വയസ്സായിരിക്കും ടീച്ചറിന്. ഇതിലെളുപ്പമായിട്ട് മറ്റേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ചെയ്തത് മനസ്സിലായോ? 24 പേരുടെ തുകയാണ് 15.5. തുകയല്ല, ആവറേജാണ് 15.5. ഒരാളുടെ ടീച്ചറിൻ്റെയാണ് x+24. 24 25 മൊത്തം പേരുടെയാണ് എക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ അലിഗേറ്റ് ചെയ്തെടുത്ത് ഇവിടെ x+24 എന്ന് തന്നെ തന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 24 അങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റി. ഇനി ഇവിടെ എന്തും തരാം, 48 തരാം. ഇപ്പോൾ ടീച്ചറിൻ്റെ വയസ്സ് x+48 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? ഇവിടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 48 എന്ന് വരും. അപ്പോൾ ഇവിടെ 1:2 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരണം? 2 വരണം. അങ്ങനെ മാറും, അതിനനുസരിച്ച് മാറും. അത് അലിഗേഷൻ്റെ സ്റ്റെപ്പാണ്. പക്ഷേ കൺസെപ്റ്റ് ഇങ്ങനെയാണ് അലിഗേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. An article is sold at a certain price. If it is sold at 33 1/3% of this price, there is a loss of 33 1/3%. What is the percentage profit when it is sold at 60%? ഓക്കെ. അപ്പോൾ ആദ്യം ഒരു ആർട്ടിക്കിൾ ഇത്ര രൂപയ്ക്ക് കൊടുക്കുന്നു. പിന്നീട് if it is sold at 33 1/3%. 33 1/3 എന്ന് പറയുമ്പോൾ 1/3 ആണ്. അതിൻ്റെ ഫ്രാക്ഷനിലോട്ട് വരുമ്പോൾ 1/3 ആണ്. സോ ആദ്യം ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അതിൻ്റെ 33 1/3%-നാണ് ഇപ്പോൾ വിൽക്കുന്നത്. സോ 3 രൂപയാണെങ്കിൽ ഇപ്പോൾ 1 രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ. 3 രൂപയാണെങ്കിൽ 1 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതും കൂടെ കൂട്ടി കൊടുക്കുന്നു എന്നല്ല പറയുന്നത്. 3 രൂപയാണെങ്കിൽ 1 രൂപയ്ക്ക് 33 1/3%-നാണ് കൊടുക്കുന്നത്. അവിടെ ഇൻക്രീസ് ചെയ്തു എന്നും പറയുന്നില്ല. എങ്കിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതുപോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദർ ഈസ് എ ലോസ് ഓഫ് 33 1/3%. അപ്പം നേരത്തെ ഒരു സെല്ലിംഗ് പ്രൈസ് 3 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 1 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ എത്ര നഷ്ടം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്? 33 1/3 നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ 3 രൂപയുടെ സാധനം 33 1/3 നഷ്ടത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 3 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു എന്നാ? 2 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നാ. ഒന്നും കൂടെ മാറ്റി എഴുതട്ടെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? 3 രൂപയുടെ സാധനം 33 1/3 നഷ്ടത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 3 രൂപയുടെ സാധനം 1 രൂപ കുറച്ചിട്ട് 2 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാവും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒറ്റ റേഷ്യോ ഒക്കെ എഴുതാം. ഇവിടെ 2 ആക്കാം, ഇവിടെ 6 കൊടുക്കാം, ഇവിടെ 3 ആക്കാം. ഈ മുകളിൽ കിടക്കുന്ന 2 കൊണ്ട് ഗുണിച്ചു. ഓക്കെ. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസും എല്ലാം ആയി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 60% ഓഫ് ദി ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ഇതല്ലേ? ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് 6 ആണ്. അപ്പോൾ അത് 6ൻ്റെ 60% കൊടുക്കുന്നു എന്നാണ് പറയുന്നത്.
നമുക്ക് വേണമെങ്കിൽ 60 എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, 6 ഇട്ടോ. 6ൻ്റെ 60% എത്ര? 3.6. അപ്പോൾ 3.6 കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൊടുത്തേക്കുന്നത്? ഇപ്പം 3 രൂപയായിരുന്നല്ലോ സി പി, ഇപ്പം 3.6 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 0.6 കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ എത്ര ശതമാനമോ? 10% 0.3, 20% 0.6. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. റേഷ്യോ മെത്തേഡ് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തിട്ടുമുണ്ട്. ഇതുപോലെ 2 സി പി ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ അല്ലേ? അത് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകൾ കാണുക. ഓക്കെ, ഈ സീരീസിൽ തന്നെയുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.